ഗഗനാചാരി ഒരു വ്യത്യസ്ത സിനിമ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണെന്ന് ആദ്യമേ പറയാം. എന്നാൽ എല്ലാവർക്കും ദഹിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയല്ല സിനിമ പറയുന്നത്. പുതുമയുണ്ട്, വ്യത്യസ്തതയുണ്ട്. ഒരു കാലഘട്ടം മാറി മറിയുമ്പോൾ അതിന് അവസ്ഥ ഏത് രീതിയിലേക്ക് മാറ്റുമെന്ന് കാണിച്ചു തരുന്ന ഒരു ശൈലിയാണ് ചിത്രം കൊടുക്കുന്നത്. അപ്പോ എവരി വൺസ് കപ്പ് ഓഫ് ടീ അല്ല എന്ന് ആദ്യമേ പറയുന്നു. സിനിമയിലെ നടന്മാരും നടിമാരും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്, അത് എടുത്തു പറയണം. എല്ലാം കൊണ്ടും സിനിമ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് ഒക്കെയാണ്. എന്തായാലും ഒരു സിനിമ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പല ഇംഗ്ലീഷ് കൊറിയൻ സിനിമകളൊക്കെ കാണുന്നവർക്ക് തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാവുന്ന നല്ല സിനിമ തന്നെയാണ് ഗഗനാചാരി. ഇനിയുള്ളത് ഉള്ളൊഴുക്കാണ്. ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രം വളരെ സ്ലോ ഫേസിലാണ് പടം പോകുന്നത്. അപ്പോ ആ ഒരു രീതി ഉൾക്കൊണ്ട് വേണം സിനിമ കാണേണ്ടത്. പിന്നെ ഉർവശിയുടെ അഭിനയം പറയേണ്ടതില്ല, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, ആ കാര്യത്തിൽ ചോദ്യമില്ല. പിന്നെ മ്യൂസിക്, അതിഗംഭീരമായ മ്യൂസിക്കാണ് ചിത്രത്തിൻ്റെത്. അതിന്റെ സംഗീത സംവിധായകൻ ആരാണെന്ന് നോക്കിയാൽ തന്നെ അതിനുള്ള മറുപടിയും കിട്ടും. അപ്പോൾ നല്ല രീതിയിലുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ്. സ്ലോ ഫേസ് തന്നെയാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ പോയി തീർച്ചയായും കാണാവുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. അപ്പോൾ ഈ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണണം. നിങ്ങൾ കണ്ട സിനിമ ഏതാണ്? ഇത് രണ്ടുമാണോ അതോ വേറെ ഏതെങ്കിലും കണ്ടോ? അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.